കഴിഞ്ഞ ദിവസം രോഹിമീനിൻ്റെ മുട്ട നന്നാക്കുന്നത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് രോഹിമീനാണെന്നും അതിൻ്റെ മുട്ടയാണെന്നും ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. കണ്ടപ്പോൾ ഏതോ നാടൻ മീനാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതിൻ്റെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞത് റൂഹ് എന്നാണ്. ഈ പേര് കേട്ടപ്പോൾ ഞാൻ വല്ലാണ്ട് ഞെട്ടിപ്പോയിട്ടോ. ഒരു മീനിന് റൂഹ് എന്നൊക്കെ പേരുണ്ടാവും എന്നായിട്ടോ. അതിന് ആദ്യമായിട്ടാണ് ആ പേരൊക്കെ കേൾക്കുന്നത്. അങ്ങനെ ഡൗട്ട് അടിച്ചപ്പോൾ ഞാൻ നേരെ പോയിട്ട് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ റൂഹ് എന്ന് അടിച്ചു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് രോഹു എന്നാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേര് രോഹു എന്നാണ്. ഇങ്ങനെ ഇപ്പോൾ ഇത് കയ്യിൽ കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേരുണ്ടെന്നും ഇങ്ങനെ ഒരു മീനുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഫിഷൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിനെ പിന്നെ ഇടാം കേട്ടോ. അങ്ങനെ ഞാൻ മുട്ട ആദ്യം തന്നെ ക്ലീനാക്കി അങ്ങോട്ട് എടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലീനാക്കുന്ന ഷോർട്സ് ഞാൻ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ പോയി കാണാട്ടോ. പിന്നെ എൻ്റെ ഏക ഡൗട്ട് എന്ന് പറയുന്നത് ഇത് എങ്ങനെ കുക്ക് ചെയ്തെടുക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ലടാ, ഈ നാടൻ മീനിൻ്റെ മുട്ടയൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമോ എന്നുള്ളതും എനിക്കൊരു ഡൗട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി ഇത് കഴിക്കാൻ പറ്റുമോ അല്ലയോ എന്നൊന്നും അറിയണമല്ലോ. അവസാനം ഞാൻ ChatGPT-യോടാണ് ചോദിച്ചത്. ChatGPT എനിക്ക് കറക്റ്റ് ആൻസർ തന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തി. അതുപോലെ തന്നെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള മീൻ മുട്ടയാന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ധൈര്യമായിട്ടോ. അതുമാത്രമല്ല, ഞാനിപ്പോൾ ഇൻട്രോ പറഞ്ഞില്ല, ഞാനിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു പോയി. അപ്പോൾ അതേ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ കൂടി സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് മീൻമുട്ട കറി വയ്ക്കാൻ പോകുന്നത് ഈ കടുകോയിലാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് വന്നതാണ്. പക്ഷേ ഞാൻ കിച്ചൺ സെർച്ച് ചെയ്തപ്പോൾ ഒട്ടും വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കടുകോയിലാണ്. ഇന്നിപ്പോൾ ഞാൻ കടുകോയിൽ കുക്ക് ചെയ്യണ കണ്ടിട്ട് നിങ്ങൾ ആരും കടുകോയിൽ യൂസ് ചെയ്യണ്ട കേട്ടോ. കടുകോയിലിനേക്കായി നല്ലത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചെണ്ണയിൽ, ഞാൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ്. അങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പൊതുവേ നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ് കേട്ടോ കടുകോയിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നത്. നമ്മൾ പൊതുവേ മലയാളികൾക്ക് ഈ കടുകോയിലൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നത് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുക്കിംഗ് ഓയിൽ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചെണ്ണ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കടുകോയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മസാലകളൊക്കെ ചേർത്തിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. അതായത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ മീൻസ് ഈ കടുകോയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് അങ്ങോട്ട് മാറിയിരിക്കട്ടെ. അതിനുള്ളിൽ ഞാൻ ദേ മസാലയൊക്കെ ഒന്ന് കൂട്ടിയെടുക്കുകയാണേ. പൊതുവേ കടുകോയിൽ കുക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നല്ലത് ഈ അച്ചാറൊക്കെ ഉണ്ടാക്കില്ലേ, മാങ്ങ, നാരങ്ങ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ അച്ചാർ ഇടാനും അതുപോലെ തന്നെ മീൻ കറികൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സത്യം പറയുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ് കടുകോയിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നത്. നമ്മൾ മലയാളീസിനൊന്നും അതിൻ്റെ ഫ്ലേവർ അത്രയും പിടിക്കില്ല. നമ്മളൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചെണ്ണയിലൊക്കെ കുക്ക് ചെയ്ത് ശീലിച്ചവരാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഈ പ്യുവർ വെളിച്ചെണ്ണയിലൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ മുട്ടത്തോരൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കടുകോയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ, കടുക് എന്നുള്ള ഐറ്റംസ് ഒക്കെ ഇട്ടു. അത് പൊട്ടിയതിന് ശേഷം കുറച്ച് കൊച്ചുള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നുള്ള ഐറ്റംസൊക്കെ തുടങ്ങിയ ഐറ്റംസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കൂടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വെന്തിങ്ങനെ കുഴഞ്ഞ് വരും. തുടങ്ങിയ ഐറ്റംസൊക്കെ മൊത്തം ഇട്ടിട്ട് ഞാനിങ്ങനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ ചട്ടി കിടന്ന് ഈ മസാലക്കൂട്ടുകളൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറിലേക്ക് വരണം. അതിൻ്റെ അടുത്ത് ദേ എൻ്റെ മുട്ടയൊക്കെ ഒന്ന് മാഗ്നേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 5-10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ദേ ഇങ്ങനെ ഞാൻ കഴുകിയെടുത്തപ്പോൾ തന്നെ അത് ഓൾറെഡി ഇങ്ങനെ അവിഞ്ഞ പോലെ, അത് ഓൾറെഡി മുട്ടകളൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ എത്രത്തോളം കഴുകുന്നു അത്രത്തോളം ഇങ്ങനെ അവിഞ്ഞ പോലെ ഇരിക്കും. അതൊന്നും നിങ്ങളിപ്പോൾ കാര്യമാക്കണ്ട. പൊതുവേ മുട്ടയുടെ നേച്ചർ അങ്ങനെയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ഇരിക്കും. നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള അതേ ഇങ്ങനെ ബ്രൗൺ നിറത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ രോഹുമീനും കൂടി കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും സാധാരണ രീതിയിൽ, അതായത് തേങ്ങയൊക്കെ അരച്ച് വെച്ച് കറി വയ്ക്കുന്ന മീൻ അതുപോലെയാട്ടോ വെച്ചിരിക്കുന്നത്. അത് ഞാൻ ദേ ഇപ്പുറത്തെ അടുപ്പത്ത് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വ്ളോഗൊന്നും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഇതിൻ്റെ നേരെ ബാലൻസ് ഉണ്ടല്ലോ, ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഡേ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ട് നാടൻ രീതിയിലാണ് കറി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് വേറൊരു രീതിയിൽ വയ്ക്കാം. പൊതുവെ ഞാൻ മീനൊക്കെ ഉണ്ടല്ലോ കറി വയ്ക്കുമ്പോൾ എളുപ്പവിദ്യയാണ്. എളുപ്പവിദ്യ എന്ന് പറയുമ്പോൾ ഈ തേങ്ങ അരച്ച് കറി വയ്ക്കുകയാണെങ്കിൽ അത് എളുപ്പമല്ലേ, ഭയങ്കര ഈസിയാണ് കേട്ടോ. പൊതുവെ ഒത്തിരി ബിസിയുള്ള ദിവസങ്ങളിലുണ്ടല്ലോ മീൻ കറി വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ തേങ്ങ അരച്ചാണ് കറി വയ്ക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുകയാണെങ്കിലുണ്ടല്ലോ അതിൽ മീൻ കറികളൊക്കെ കൂടുതലും ഞാൻ വെച്ചിരിക്കുന്നത് ഇതുപോലെ തേങ്ങ അരച്ചാണ് കേട്ടോ. എന്ന് വെച്ച് തേങ്ങാപ്പാലിൽ കറി വയ്ക്കില്ല എന്നല്ല, തേങ്ങാപ്പാലിൽ ഞാൻ കറി വയ്ക്കാറുണ്ട്. ഇപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് കൂടുതൽ സമയം കിട്ടുകയാണെങ്കിൽ അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ മുട്ടത്തോരൻ വയ്ക്കാനായിട്ട് ഞാൻ മസാലയൊക്കെ ഇങ്ങനെ വയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് കടുകോയിലെടുത്ത് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വ്ളോഗ് സ്കിപ്പ് ചെയ്ത് കാണുന്ന ചിലവരൊക്കെ ഉണ്ടാവും. അങ്ങനെ കാണുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാം, ഇന്ന് ഈ ഇടയ്ക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഇടയ്ക്കുന്നൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ എടുത്ത് കടുകോയിൽ ഒഴിക്കുന്നു, ചിക്കുന്നു, അങ്ങനെയൊക്കെ കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ ആദ്യം തുടങ്ങി ഇങ്ങനെ കാണാം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എന്തായി ചെയ്യണേന്നൊക്കെ ഉള്ളത്. ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കടുകോയിലും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊടികളായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, എത്ര ഐറ്റംസ് കുറച്ച് ഏച്ചിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ആക്ച്വലി ഞാൻ മുട്ട മാഗ്നേറ്റ് ചെയ്ത് വെച്ച സമയത്ത് കുറച്ച് മസാലകളൊക്കെ ഈ പറഞ്ഞ സെയിം മസാലകൾ തന്നെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ മാത്രമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഓൾറെഡി മുട്ടയിലുണ്ട്.
അപ്പോൾ ഇതിന് മാത്രമായിട്ടുള്ളത് മതിയല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടല്ലോ ഇതിൽ ഒരു കാര്യം മിസ്സിങ് ആയി പോയിട്ടുണ്ട്. കുറച്ച് തക്കാളി ഇടണമെന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പുളിയും ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ച് തക്കാളി ഇട്ടാൽ നല്ലതായിരിക്കും. വേറെ വാളംപുളിയോ കാര്യങ്ങളൊന്നും ചേർക്കണ്ട, നമുക്കൊരു മസാല രൂപത്തിൽ തയ്യാറാക്കി എടുക്കുന്നതാണല്ലോ. അപ്പോൾ കുറച്ച് തക്കാളി ഇട്ടാൽ അടിപൊളിയായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് ഇടുന്നില്ല കേട്ടോ. അങ്ങനെ മസാല തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ച മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ടപ്പോൾ അത് ഇങ്ങനെ കുഴമ്പ് പരുവത്തിലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവം കൂടിയാണല്ലോ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്ക് ഇന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ചിക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ആ മൂടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി ഓപ്പൺ ആക്കിയിട്ട് ഒന്നും കൂടി ചിക്കി കൊടുക്കുകയാണ്. ഇങ്ങനത്തെ മുട്ടയാകുമ്പോൾ ഓൾറെഡി നമ്മൾ വാഷ് ചെയ്യണ സമയത്താണെങ്കിലും കട്ട് ചെയ്യണ സമയത്താണെങ്കിലും ഇങ്ങനെ കലങ്ങി പോകും കേട്ടോ. അത് വലിയ മീനുകളുടെ ഒക്കെ പൊതുവെ അങ്ങനെയാണ്, അതിൻ്റെ നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒരു മുട്ട കിട്ടുമ്പോൾ ഒരുപാട് ഇങ്ങനെ കലക്കാനൊന്നും നിൽക്കണ്ട, ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അല്ലാണ്ട് ഇങ്ങനെ കലക്കി ഒന്നും എടുക്കണ്ട കേട്ടോ. എൻ്റെ കയ്യിൽ ഫസ്റ്റ് ടൈം കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിനുണ്ടാക്കുന്ന ടൈമിൽ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പണ്ടെങ്ങോ വീട്ടിൽ ഉമ്മ ഇതുപോലെ, അതും കടൽ മത്സ്യമാണ് കേട്ടോ, കടൽ മത്സ്യത്തിൻ്റെ ഒരു മുട്ട കൊണ്ടുവന്നിട്ട് ഇതുപോലെ ചിക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു തോരൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെൻ്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്ന്. ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് മൊത്തത്തിൽ ഉമ്മയുടെ റെസിപ്പി ഒന്നും അല്ല കേട്ടോ, എൻ്റേതായിട്ടുള്ള കുറച്ച് സ്റ്റൈലും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഹാഫ് തേങ്ങയോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ കുക്കായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഓരോ കുപ്പിയിൽ നിന്ന് ഓരോന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ കയ്യിൽ പഴയ വെളിച്ചെണ്ണ കുപ്പി ഉണ്ടായിരുന്നു, അതായത് തീർന്ന വെളിച്ചെണ്ണ കുപ്പിയാണ്. ഇവിടെ ഇരുന്ന വെളിച്ചെണ്ണ കുപ്പിയൊക്കെ പൊക്കി നോക്കിയപ്പോൾ അതിൽ കുറേശ്ശെ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അതിൽ കംപ്ലീറ്റ്ലിയും തീർന്നിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മൾ വെളിച്ചെണ്ണ കുപ്പിയുടെയൊക്കെ ലാസ്റ്റ് കുറച്ചുണ്ടാവില്ല, നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ പയ്യെ ഇറ്റിട്ട് ഇങ്ങനെ ചാടുമല്ലോ. അങ്ങനെ ഞാനിങ്ങനെ കുലുക്കി നോക്കിയപ്പോൾ അതിൽ കുറച്ചുണ്ടായിരുന്നു, അതാണ് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കണേ കേട്ടോ. അങ്ങനെ 2-3 കുപ്പികൾ എൻ്റെ കിച്ചണിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്ത് കുറേശ്ശെ വെളിച്ചെണ്ണ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കുക്കായി വന്ന സമയത്തുണ്ടല്ലോ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ കടുകയിൽ കുക്ക് ചെയ്തെടുത്ത കാരണം എനിക്ക് അത്രയും ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഞാൻ പണ്ട് ഉപയോഗിച്ച വെളിച്ചെണ്ണ കുപ്പിയൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അതിലുണ്ടായിരുന്ന വെളിച്ചെണ്ണയൊക്കെ കംപ്ലീറ്റ്ലി ഊറ്റി എടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം കുക്കായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ടൈമിൽ കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഓയിലൊക്കെ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ്. ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ പൊതുവെ കടുകോയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. പക്ഷെ നമുക്ക് ആ ടേസ്റ്റ് ഒന്നും പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഇതുപോലെ മുട്ടയൊക്കെ വയ്ക്കുമ്പോൾ നിങ്ങൾ നാച്ചുറലായിട്ടുള്ള വെളിച്ചെണ്ണയിൽ, തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ പൊതുവെ മലയാളികൾക്ക് അങ്ങനത്തെ നാച്ചുറലായിട്ടുള്ള വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ കടുകോയിലായിരിക്കും കേട്ടോ ബെറ്റർ. അത് നിങ്ങളുടെ ചോയ്സാണ് ഏതിൽ കുക്ക് ചെയ്ത് കഴിക്കണമെന്നുള്ളത്. അപ്പോൾ അതേ എൻ്റെ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് കണ്ടോ, അതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ വന്നോ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല റെസിപ്പിയാണ്. ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. എനിക്കിപ്പോൾ ഈ കടുകോയിൽ ആദ്യം സജസ്റ്റ് ചെയ്തതൊന്നുമല്ല കേട്ടോ. ഒരിക്കൽ ഞാനൊരു ഷോപ്പിൽ പോയപ്പോൾ, അതായത് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഉണ്ടല്ലോ, ഈ എള്ളെണ്ണ ഉണ്ടല്ലോ, തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാണ് എള്ളെണ്ണ ഞാൻ ചൂസ് ചെയ്യാറ്. ഞാൻ എള്ളെണ്ണയാണെന്ന് കരുതിക്കൊണ്ട് എടുത്തുകൊണ്ട് വന്നത് ഈ കടുകോയിലാണ് കേട്ടോ. അന്ന് ഞാൻ ഷോപ്പിൽ നിന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഈ കടുകോയിലിൻ്റെ കളറും അതുപോലെ തന്നെ നമ്മുടെ എള്ളെണ്ണയുടെ കളറും ഏകദേശം സിമിലർ പോലെ എനിക്ക് തോന്നി. പിന്നെ നമ്മൾ വേറെ പാക്കറ്റിലേക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ആ കളർ കണ്ടാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന പാക്കറ്റൊക്കെ പൊട്ടിച്ച് നോക്കി അതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു സ്മെല്ല് കേട്ടോ. പിന്നെ ഇത് എന്ത് സ്മെല്ല്, ഇത് എന്തായിട്ടാന്ന് അറിയാൻ വല്ലാത്തൊരു ത്വരയായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ വേഗം തന്നെ പാക്കറ്റൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് ചെക്കൊക്കെ ചെയ്ത് അങ്ങനെ കടുകോയിലാന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഗുണങ്ങളൊക്കെ എനിക്ക് അറിയണം, എന്തിനാണ് യൂസ് ചെയ്യണേന്നൊക്കെ അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നേരെ പോയി ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ആശ്വാസമായി. അത് നല്ലൊരു കുക്കിംഗ് ഓയിലാണെന്നും നോർത്ത് ഇന്ത്യൻസ് ആണ് അത് കൂടുതലായിട്ട് യൂസ് ചെയ്യണേന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞപ്പോൾ സമാധാനമായിട്ടോ. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോഴും മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കടുകോയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒരു ചെറിയ 100 മില്ലിയുടെ പാക്കറ്റ് വരെ കിട്ടും. അപ്പോൾ അതൊന്ന് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോഴും നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ വെജിറ്റബിൾസും അത് വെച്ച് കുക്കൊന്നും ചെയ്യരുത് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് നമ്മൾ പിടിക്കില്ല. അതായത് മോര് കറി, സാമ്പാർ കറി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അത് വെച്ച് ചെയ്താൽ അങ്ങനെ പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും മേടിക്കുകയാണെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്ക്, അപ്പോൾ അറിയാം. പിന്നെ പ്രത്യേകിച്ച് ബീഫ്, ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കടുകോയിൽ കുക്ക് ചെയ്യരുത് കേട്ടോ. നമ്മൾ കഴിക്കത്തേ ഇല്ല, അതിൻ്റെ ആ ടേസ്റ്റ് തന്നെ മാറിപ്പോൾ. മാത്രമല്ലടാ, ഇതിന് സാധാരണ കോക്കനട്ട് ഓയിലിനേക്കാളും കുറച്ചും കൂടി റേറ്റ് എന്തൊക്കെയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. ഇനി മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.